ഞാനത് ഇതുകൊണ്ടാണ് സിനിമയ്ക്കകത്തൊന്നും പോകാതിരിക്കുന്നത്. നമുക്കിതൊന്നും താല്പര്യമില്ല, അതുകൊണ്ടാണ് സിനിമയ്ക്കകത്ത് പോകാതിരിക്കുന്നത്. അല്ലെങ്കിൽ എത്രയോ റോളുകൾ നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ എന്നൊക്കെ പറയാം എന്നേ ഉള്ളൂ. ആഗ്രഹമില്ലാത്ത സിനിമയ്ക്കകത്ത് അഭിനയിക്കാൻ ആഗ്രഹമില്ലാത്തവരാരുണ്ടല്ലേ? ഗ്ലാമറിൻ്റെ മേഖല. അപ്പം സിനിമയെ പറ്റി ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് വിമർശിക്കും. അതുതന്നെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും താല്പര്യമുണ്ട് സിനിമയിൽ അഭിനയിക്കണം, ആൾക്കാർക്കൊക്കെ ഒന്നും ഒരു ആരാധന കഥാപാത്രമാണോ എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ചാടിയിട്ട് കിട്ടാത്ത മുന്തിരിയാവുമ്പോൾ പുളിക്കും എന്ന് പറയുന്ന കുറുക്കൻ്റെ അവസ്ഥ തന്നെയാണ് ഇപ്പം പലരും ചർച്ചയിൽ നിന്ന് പറയുന്നത്. ഇതിനിടയിൽ ചില വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നിപ്പം. ഇതിൻ്റെ ഇടയ്ക്ക് തുല്യ വേതനം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. എനിക്ക് മനസ്സിലാകുന്നില്ല തുല്യ വേതനം എങ്ങനെ കിട്ടും എന്നുള്ളത്. ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്ന ഒരു ചിത്രത്തിൽ അതിന് നായികയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും ഇല്ല. മലയാള സിനിമയിലെന്നല്ല, എല്ലാ സിനിമയിലും നായികയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. അത് അഭിനയിക്കുന്നു എന്നുള്ളത് ആരും ചർച്ച ചെയ്യാറില്ല. അല്ലെങ്കിൽ പിന്നെ സൂപ്പർ ജോഡിയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ചർച്ച ചെയ്യും എന്നുള്ളതാണ്. അപ്പം നടനെ നോക്കിയാണ് ഇപ്പോഴും മലയാള സിനിമ നിലനിൽക്കുന്നത്. കാലാകാലങ്ങളിൽ അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു നടിക്ക് ഒരു സിനിമ വിജയിപ്പിക്കാൻ കഴിയണം. പല നടിമാരും ഉണ്ട് കേട്ടോ, പക്ഷെ അവരെ വെച്ച് സിനിമ എടുക്കുന്നില്ല എന്നുള്ളത് വേറൊരു പ്രശ്നമുണ്ട്. അപ്പം ഈ കാശ് മുടക്കുന്നവൻ തീരുമാനിക്കണം ആരെ വെച്ച് എടുക്കണം, ആരെ വെച്ച് എടുക്കണ്ട എന്നുള്ളത് കാശ് മുടക്കുന്നവനാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. കാശാണല്ലോ എല്ലാത്തിനും മുഖ്യമല്ലേ. ഇപ്പം എനിക്ക് കാശുണ്ടെങ്കിൽ എനിക്ക് സിനിമ എടുക്കാം. എന്നെ ചുറ്റിപ്പറ്റി നിൽക്കാൻ ആൾക്കാരുണ്ടാവും. ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിനെ പറ്റി പറയാം. സിനിമയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേർഡ് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകണം, കോംപ്രമൈസിന് തയ്യാറാകണം എന്നുള്ള വേർഡുകളാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. എത്രയോ പേര് കാണും അങ്ങനെ ചെയ്യുന്നത്. ചില അമ്മമാരുടെയൊക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മക്കളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയാൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുന്ന അമ്മമാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് പല കഥകളിലും നമ്മൾ കേട്ടിട്ടുണ്ട്. പണ്ട് ചലച്ചിത്രമൊക്കെ ഇറങ്ങുന്ന സമയത്തെ സ്ഥിരമായിട്ട് ഇതിനെപ്പറ്റി കുറിപ്പുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പ്രമുഖ നടന്മാരുടെയൊക്കെ ചില ലീലാവിലാസങ്ങൾ എഴുതി ഫലിപ്പിക്കുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ടായി. അന്ന് ആരും മാനനഷ്ടത്തിനൊന്നും കേസ് കൊടുത്തില്ല. ഒരുപക്ഷെ സത്യമാകാം, എല്ലാ മേഖലയിലും കാണും. ഞാൻ സിനിമയിൽ മാത്രമല്ല പറയുന്നത്. ഇപ്പം ഈ നമ്മൾ അന്തിച്ചർച്ചകൾ എന്നല്ല, ഇപ്പം TV ചാനൽ 2 ദിവസമായിട്ട് തുടങ്ങി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അതിനെപ്പറ്റിയുള്ള ചർച്ചയാണ്. സിനിമയിൽ എന്താണ് സംഭവം. ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമയിൽ നടക്കുന്ന അനീതിക്കെതിരെ ശബ്ദം ഉയർത്തുക എന്നുള്ളത്. ആദ്യമേ നമ്മൾ സ്വന്തം നമ്പറെന്നറിയുന്നത് നമ്മൾ അയലത്തെ വീട്ടിലേക്ക് നോക്കുന്നതിന് മുമ്പ് സ്വന്തം കുടുംബത്തിൽ എന്താണ് പ്രശ്നം എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ അവിടുത്തെ പ്രശ്നം, അയലത്തെ വീട്ടിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഉണ്ടാകുന്ന പല അനീതികളും പല പീഡനങ്ങളും, അത് വാക്കുകൾ കൊണ്ടായാലും പ്രവൃത്തികൾ കൊണ്ടായാലും ഉണ്ടാകുന്ന പീഡനങ്ങൾക്കെല്ലാം നമ്മൾ സ്ത്രീകളല്ല, സ്ത്രീകൾ തന്നെ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ അതിനൊരു മാറ്റം ഉണ്ടാകത്തുള്ളൂ. ഇപ്പം പീഡനത്തിന് വിധേയമായ വ്യക്തികൾ തന്നെ എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് പൊതുജനങ്ങളുടെ മധ്യത്തിൽ വന്ന് പറയാൻ തയ്യാറാവണം. ഇന്ന ആളാണ് പേര് വെക്കുക, അല്ലാതെ പ്രമുഖ നടൻ, പ്രമുഖ നടി, അല്ലാതെ അമ്മ നടൻ, അത് അല്ലാതെ പഴയ നടൻ, പഴയ നടി എന്നൊന്നും പറയാതെ ഇന്ന ആള് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ മധ്യത്തിൽ പറയാൻ തയ്യാറാണ്. അത് ഒരിക്കലും ഉണ്ടാകത്തില്ല. കാരണം എന്താണെന്നറിയാം, ഈ പറയുന്ന വ്യക്തി കൊണ്ടുവന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ, മാനനഷ്ടത്തിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ സത്യമല്ലെങ്കിൽ ആൾ കുരു. അതാണ് ഈ പ്രമുഖ നടൻ, പ്രമുഖ നടി, WCCയുടെ സ്ഥാപക നടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചില ഗിമിക്കുകൾ ഇതിനകത്ത് പ്രയോഗിച്ചേക്കുന്നത്. എനിക്ക് പലരും കേട്ടു, ഈ വാർത്താ ചാനലിലൊക്കെ സ്ഥിരം പറയുന്നത് കേട്ടു, ഈ റിപ്പോർട്ട് കണ്ടപ്പം കേരളക്കാരെ ആകെ ഞെട്ടിത്തരിച്ച് നിന്നു പോയെന്ന്. എനിക്കൊരു ഞെട്ടലും ഉണ്ടായില്ല. ഞാൻ സംസാരിച്ച പലർക്കും ഞെട്ടലും ഉണ്ടായിട്ടില്ല. കാരണം നേരത്തെ തന്നെ നമ്മുടെ മനസ്സിൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് സിനിമയിൽ നടക്കുന്നത് എന്നുള്ളൊരു സംഗതി തന്നെയാണ്. അവിടെ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗമുണ്ട്, ഈ പെൺവിഷയങ്ങളുണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്ക് നേരത്തെ അറിയാം. കാരണം അത് നമ്മൾ നേരിട്ട് പോയി കണ്ടറിവുകളൊന്നുമല്ല, പണ്ടുതൊട്ടേ പറയുന്ന രീതിയാണ്.
പലരും ഞങ്ങളുടെ നാട്ടിലൊക്കെ പലരും സിനിമ നിർമ്മിക്കാൻ പോയിട്ട് അവർ വന്ന് എല്ലാം നഷ്ടപ്പെട്ടു കേട്ടോ. വീടുകളും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ വന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ പല നിർമ്മാതാക്കളെയും നമുക്കറിയാം. അവരൊക്കെ പറയുന്ന കഥകൾ കേട്ടാൽ ഇതിനേക്കാട്ടിലും വലിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടെത്തിയതിനേക്കാട്ടിലും വലിയൊരു സംഭവങ്ങളാണ് അതിനകത്ത് നടക്കുന്നത്. അത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഞെട്ടലൊന്നും ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമയിൽ ഇങ്ങനെയൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് വന്നിരുന്നെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോയേനെ, അങ്ങനെ ഒരു ഞെട്ടലുണ്ടായത്. പക്ഷേ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നറിഞ്ഞപ്പം ഇത് വളരെ കുറവാണെന്നാണ് ഹേമ കമ്മിറ്റി കണ്ടെത്തിയ റിപ്പോർട്ട് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചർച്ച ചെയ്യാൻ ഏതെങ്കിലും കാരണമാണ്. നമ്മൾ കുറച്ച് നാൾ വയനാടിനെ പറ്റി ചർച്ച ചെയ്തു, കുറച്ച് നാൾ അർജുനെ പറ്റി ചർച്ച ചെയ്തു, ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി ചർച്ച ചെയ്തു. നാളെ ഏറെ ഏതെങ്കിലും ഒരു വിഷയം വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യും. പിന്നെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അവരുടെ ചില പ്രശ്നങ്ങളുണ്ടായി. ഇപ്പം കോൺഗ്രസ്സിലായാലും ഇടതുപക്ഷത്തിലായാലും BJPയിലായാലും അവരുടേതായ ചില പ്രശ്നങ്ങൾ പത്രക്കാർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പെട്ടെന്നൊരു തലയിൽ വെച്ച് കൊടുക്കുന്ന പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് അതിൻ്റെ പുറകെ പോയി എന്നുള്ളതേ ഉള്ളൂ എനിക്ക് തോന്നുന്നത്. പിന്നെ TV ചാനലുകൾക്ക്, മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകൾക്കെല്ലാം കണ്ടൻറ് അത്യാവശ്യമായിരുന്നു, പ്രത്യേകിച്ച് ഗ്ലാമർ മേഖലയിൽ നിൽക്കുന്ന കണ്ടൻറ്റുകൾ. ഇപ്പം ഇന്ന ആളിങ്ങനെ ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ സിനിമയിൽ നിൽക്കുന്ന ഒരു പ്രമുഖ നടൻ അല്ലെങ്കിൽ പ്രമുഖ നടി ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു തംബ്ലൈനും ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കണ്ടൻറ്റ് ആൾക്കാർ കാണാൻ തയ്യാറാവും അല്ലേ? അത് തന്നെയാണ് ഇപ്പം സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനേതെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഒന്നും സംഭവിക്കത്തില്ല. കാരണം ഇതിനകത്ത് വന്നേക്കുന്ന എല്ലാം പ്രമുഖ നടി, പ്രമുഖ നടൻ, പഴയ നടൻ, പഴയ നടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതിനകത്തൊക്കെ ആർക്കാണ് പ്രമുഖ നടൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രമുഖ നടന്മാരാണ്. സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും സൂപ്പർ സ്റ്റാറാണ്. ഞാൻ തങ്ങളുടെ കാര്യമല്ലോ പറഞ്ഞെന്ന് പറഞ്ഞാൽ തീരാവുന്ന കേസ്. അതാണ് ഞാൻ പറഞ്ഞത്. ആളുടെ പേരെടുത്ത് പറയുന്ന റിപ്പോർട്ടാണെന്നെങ്കിൽ എന്തുമാത്രം മാനനഷ്ടത്തിന് കേസ് വന്നേനല്ലേ. ഇപ്പം പലരും ഈ റിപ്പോർട്ട് ഇറങ്ങുന്നതിന് മുമ്പ് പലരും ഓടി നടക്കുന്നതാണ്. കാരണം മൊഴി കൊടുത്ത പലരും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കാരണം പറഞ്ഞ പ്രകാരം ഇതിനകത്തൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ പല മാനനഷ്ടത്തിനും കേസ് ഫയൽ ചെയ്യുമെന്നൊക്കെ ഇവർ ധരിച്ച് കാണും. അത് തന്നെയാണ് സംഭവിച്ചത്. ഏതായാലും ഗവൺമെൻറ് അതൊക്കെ മാറ്റിവെച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ്, ഇങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ കുറച്ചൊക്കെ മാറ്റിവെച്ചു എന്നൊക്കെ പറയുന്നു. സംഭവം സത്യമാണ്. ഇത് മൊത്തം പേര് വന്നാലും പേര് വന്നാലും ഒന്നുമില്ല, കുറച്ച് മാനനഷ്ട കേസുകൾക്ക് ഫയൽ ചെയ്തേനെ, അതുമാത്രം. എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ കോംപ്രമൈസ് ചെയ്തു അല്ലെങ്കിൽ ക്ഷമ ചോദിച്ച് പിന്മാറും. ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഏതാണ് വലിയ സംഭവം? ഇത് വന്നതിന് ശേഷം സിനിമാ മേഖലയാകെ നല്ല രീതിയിലാവും എന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. ഞാനിത് പറഞ്ഞില്ലേ, താല്പര്യമില്ലാത്തവർ ഇങ്ങനെ കോംപ്രമൈസാണ്, അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ തയ്യാറാവണം എന്നൊക്കെ വിചാരിക്കുന്നവർ മാറി നിൽക്കുക എന്നുള്ളത്. ഇപ്പം കഴിവുള്ളവർ മാറി നിൽക്കുന്നു എന്നൊക്കെ പറയുന്നതുകൊണ്ട് പലരും പറയുന്നത് കേട്ടു. കഴിവുള്ളവരും അകത്തല്ല പുറത്ത് എത്രയോ ആൾക്കാർ നിൽപ്പുണ്ട്. ഇപ്പം ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകളെക്കാട്ടിലും അല്ലെങ്കിൽ സൂപ്പർ നടിമാരെക്കാട്ടിലും അഭിനയശേഷിയുള്ള എത്രയോ പേര് കേരളത്തിൽ ചാൻസ് കിട്ടാതെ നിൽക്കുന്നുണ്ട്. അകത്തല്ല പുറത്താണ് കഴിവുള്ളവർ നിൽക്കുന്നത്. എത്രയോ കഴിവുള്ളവരുണ്ടല്ലേ, അവർക്കൊന്നും അങ്ങോട്ട് എത്തിപ്പെടാൻ പോലും പറ്റിയിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ കഴിവുള്ളവർക്ക് ചാൻസ് കിട്ടുന്നില്ലെന്നവർ അവരെങ്ങനെങ്കിലുമൊക്കെ എത്തിപ്പെട്ടില്ലേ. അപ്പോൾ സിനിമയിൽ കയറണമെങ്കിൽ ഒന്നീ കാശ് മുടക്കണം. കാശ് മുടക്കി സിനിമ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ പടത്തിനകത്ത് എനിക്ക് നായകനായിട്ട് അഭിനയിക്കാം, അല്ലെങ്കിൽ എനിക്ക് സംവിധാനം ചെയ്യാം. സന്തോഷം വേണ്ടിയിട്ട് അങ്ങനെയല്ലേ ചെയ്ത് പുള്ളി കാശ് മുടക്കി പുള്ളി തന്നെ എടുത്തു. നായകനെ അതുപോലെ ഛായാഗ്രഹണം, അങ്ങനെ 8 കാര്യങ്ങൾ പുള്ളി ചെയ്തു. പുള്ളി മുടക്കിയ കാശ് തിരിച്ചു കിട്ടിയെന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും സിനിമ എടുക്കുക, അങ്ങനെ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പം എല്ലായിടത്തും എനിക്ക് തോന്നുന്നു ഇപ്പം രാഷ്ട്രീയക്കാരുടെ മക്കളെല്ലാം രാഷ്ട്രീയക്കാരായിട്ട് മാറുന്നു. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ മക്കളെല്ലാം അവരെങ്ങനെയെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായിട്ട് പഠിപ്പിച്ച് മാറ്റുക എന്നുള്ളതാണ് അവരുടെ രീതി. അതുപോലെ സിനിമ മേഖലയിലുള്ളവരുടെ മക്കളെല്ലാം സിനിമയിൽ അഭിനയിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. കാരണം ഇതിനകത്തൊക്കെ കിട്ടുന്ന വരുമാനം ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഇപ്പം നമ്മളിപ്പം സ്വർണ്ണ കച്ചവടക്കാരൻ്റെ
മക്കൾ സ്വാഭാവികമായിട്ട് സ്വർണ്ണ കച്ചവടത്തിലേക്കാണ് തിരിഞ്ഞു പോകുന്നത്. അങ്ങനെയാണ് അപൂർവമായിട്ട് സംഭവിക്കാം അങ്ങനെ അല്ലാത്തത്. അപ്പം സാധാരണക്കാരുടെ മക്കൾ എപ്പോഴും സാധാരണക്കാരാണ്. പിന്നെ അപൂർവം ചിലരൊക്കെ ഉയർന്നു വരുന്നുണ്ട് അല്ലേ. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഇപ്പം ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറുകൾ അല്ലെങ്കിൽ സൂപ്പർ നടിമാർ അവരും ഇങ്ങനെ അവഗണനയൊക്കെ സഹിച്ച് പെട്ടെന്ന് കയറി അങ്ങ് സൂപ്പർ സ്റ്റാറോ ആവുകയൊന്നും അല്ല. അവരും ഒത്തിരി കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ നിലയിലൊക്കെ എത്തിയത്. അപ്പം അങ്ങനെയുണ്ട്. അപ്പം ഈ ഗ്ലാമർ മേഖലയിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുമ്പം അതിന് ഭയങ്കര വൈവാണ് കൊടുക്കുന്നത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. ആർക്കെതിരെ കേസെടുക്കണമെന്നൊക്കെ പലരും പറയുന്നത്. ആർക്കെതിരെ കേസെടുക്കും? പരാതിക്കാരില്ല. തൻ്റെ ഇടമില്ലെങ്കിൽ ഇതൊന്നും മൊഴി കൊടുക്കാൻ പോകരുതെന്ന് തുറന്നു പറയാനുള്ള തൻ്റെ ഇടം വേണം പൊതുജനങ്ങളുടെ നേരത്ത്. ഇപ്പം മൊഴി കൊടുത്തിട്ട് കാര്യമില്ല. ഇവരെ ആരെങ്കിലും മൊഴി കൊടുത്തവരാരെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും വന്നിട്ടില്ല, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ അവഗണന നേരിട്ടു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ മാധ്യമങ്ങളെല്ലാം അവരുടെ കൂടെ നിൽക്കും. എന്നിട്ട് കേസ് കൊടുക്കണം. ഇത് പരാതിയില്ലാതെ എന്ത് കേസെടുക്കാനാ? എന്നിട്ട് പറയുക കേസെടുക്കുക, ഗവൺമെൻറ് കേസെടുക്കുക. ഗവൺമെൻറ് എന്ത് കേസെടുക്കാനാ? അല്ലെങ്കിൽ എങ്ങനെ നിലനിൽക്കും? കോടതിയിലൊക്കെ പോയാൽ നിലനിൽക്കുമോ? ഇല്ല. പിന്നെ സിനിമാ മേഖലയിൽ അങ്ങ് പരിശുദ്ധമാകാം, അടിച്ചു വാർത്തങ്ങ് ചൂലുകൊണ്ട് അടിച്ച് തൂത്ത് അങ്ങ് ശുദ്ധീകരിച്ചേക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഇപ്പം ഇവരുമായിട്ട് പുതിയ ആൾക്കാർ വന്നാലും ഇതൊക്കെ തന്നെ അവസ്ഥ. ഈ മേഖലയല്ല, ഞാനതാണ് പറഞ്ഞത്. ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് സ്ത്രീകൾ തങ്ങൾക്ക് നേരിട്ട അനീതിയെപ്പറ്റി ശബ്ദമുയർത്തുകയാണ്. അതായത് മേഖലയിൽ ജോലി ചെയ്യുന്നവരെല്ലാം ശബ്ദമുയർത്തണം. അപ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ ആൾക്കാർ കാണും. എങ്കിൽ മാത്രമേ ഇതിന് മുന്നിട്ടിറങ്ങാൻ ആൾ തയ്യാറല്ല. എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് തുറന്നു പറയണം, എന്നിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെടണം. അല്ലാതെ വല്ലവനും വരുമെന്ന് പറഞ്ഞിട്ട് കാത്തിരുന്നിട്ട് കാര്യമില്ല. ഇതാണ് ആദ്യത്തെ സംഭവം. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ സ്ഥാപനത്തിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ ആ സ്ഥാപനത്തിനെ പറ്റി എതിരെ ആദ്യമേ സംസാരിക്കണം. എന്നിട്ട് വേണം അടുത്ത സ്ഥാപനത്തെ പറ്റി. ഞാനതാണ് പറഞ്ഞത്, അടുത്ത വീട്ടിലെ സംഭവങ്ങൾ നോക്കിക്കാണുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ വല്ലതും നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിക്കാണണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അങ്ങനെ ഓരോ വ്യക്തികളും ഇപ്പം മാധ്യമങ്ങളിൽ ഇത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് മാധ്യമ സ്ഥാപനങ്ങളിൽ എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നു എന്ന് അതിനെപ്പറ്റി അവർ തുറന്നു കാണിക്കണം. അപ്പം അവിടെ ശുദ്ധീകരിക്കണം. അങ്ങനെ ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ആ മേഖലയെ ശുദ്ധീകരിക്കുന്ന മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മാറത്തുള്ളൂ. അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പീഡനത്തിനിരയാകുന്നവർ അത് ഉറക്കെ പറയാനുള്ള തൻ്റെ ആദ്യമേ ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിനുള്ള ഈ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ കൊണ്ടുവന്നൊക്കെ കാര്യമുള്ളൂ. ഇപ്പം കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് കുറച്ച് നാൾ അടയിരുന്നതൊക്കെ പറയും. ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. ഇത് പുറത്ത് വന്നാലും പുറത്ത് വന്നില്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. ഇത് കുറച്ച് നാൾ ചർച്ച ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ നികുതി പണം ചിലവായി എന്ന് മാത്രമേ ഉള്ളൂ ഇതിനോടുള്ള ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല ഇത്. പിന്നെ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഈ മാധ്യമങ്ങളുടെ ചർച്ച, ഇപ്പം യൂട്യൂബ് ചാനൽ നമ്മളിപ്പം 2 ദിവസമായിട്ട് ഇത് ചർച്ച ചെയ്യാനുള്ള കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ഇതിന് കാണാൻ ആൾക്കാർ കാണും. അല്ലാതെ വേറെ ഏതെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ആരും കാണാനില്ല. ഇപ്പം ഇത് നമ്മൾ പറഞ്ഞിട്ട് തന്നെ കാണാൻ ആൾ കുറവ്. കാരണം എന്താണെന്നറിയാം, നമ്മൾക്ക് ഈ എരിവും പുളിയൊന്നും ചേർത്ത് പറയുന്ന രീതി ഇഷ്ടമല്ല. തംബ്ലൈനും അങ്ങനെ കൊടുക്കുന്ന രീതി ഇഷ്ടമല്ല. ആ പ്രമുഖ നടൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞിട്ട് തംബ്ലൈനൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ആൾക്കാരൊന്നും കയറി കാണാനൊക്കെ ശ്രമിക്കും. പക്ഷേ നമ്മൾ നേരെ വാ എന്നുള്ള മാർഗ്ഗക്കാരനായതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇഷ്ടപ്പെടുന്നവരാരെങ്കിലും കേട്ടാൽ മതി എന്നുള്ള വിചാരക്കാരനാണ്. അപ്പോൾ ഈ ചാനലുകളെല്ലാം ഇത് ചർച്ച ചെയ്യുന്നതിന് കാരണം കാണാൻ ആളുണ്ട്, അതുകൊണ്ടാണ്. അപ്പം നാളെ വേറെ ഏതെങ്കിലും വാർത്ത വരുവാണെങ്കിൽ അവരതിൻ്റെ പുറകെ പോകും. അത് ഈ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറയത്തില്ലേ, ആ രീതി മാത്രം ഇത് കണ്ടാൽ മതി. അല്ലാതെ ഇതെല്ലാം മലയാള സിനിമയിലെ ഇപ്പം സ്ഥിരമായിട്ട് പ്രയോഗിക്കുന്ന ഒരു കാര്യമാണല്ലോ എല്ലാവരും, യൂട്യൂബ് ചാനലുകളും മാധ്യമങ്ങളും എല്ലാം. ആ പ്രമുഖ നടൻ ആരാ പ്രമുഖ നടൻ? എല്ലാവരെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ പറ്റിയിട്ടുണ്ടെന്നുള്ള. ഇപ്പം WCCയുടെ സ്ഥാപക നടി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ മുഖം നമുക്ക് മനസ്സിൽ വരും, പക്ഷേ ശബ്ദം നിർത്താൻ പറ്റത്തില്ല.
അവർ കൊണ്ടുവന്ന് മാനനഷ്ടത്തിന് കേസ് കിട്ടുന്നത് നമ്മളിത് കുരുങ്ങുകയും ആ അവസ്ഥ. അതാണ് എല്ലാവരും സംശയത്തിൻ്റെ നെല്ല് നിർത്തുക ഇത് ചെയ്യുന്നത്. മലയാള സിനിമയിൽ ഇപ്പം ആക്റ്റീവായി നിൽക്കുന്ന എല്ലാ നടന്മാരും സംശയത്തിൻ്റെ നെല്ലാണ്. ഇങ്ങാരുടെ ഫെറ്റിലല്ലേ, അങ്ങേരുടെ ഫെറ്റിലല്ലേ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ, പേരെടുത്ത് പറയാൻ തൻ്റെ ഇടം കാണിക്കുക. തൻ്റെ ഇടം കാണിച്ചില്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരും സംശയത്തിൻ്റെ നെല്ലാവും. ഞാനല്ല നീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നാളെ ഈ വിഷയം തന്നെ ആയിരിക്കും ഒരുപക്ഷെ ചർച്ചയ്ക്ക് വരുന്നുണ്ട് അല്ലേ. വേറെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും നമുക്ക് പറയാം, ആരും പറയാത്ത കാര്യങ്ങൾ. അല്ലാതെ എന്ത് ചെയ്യാനാ, നമുക്കും കണ്ടൻറ്റ് വേണ്ടായി. കണ്ടൻറ്റുകളൊന്നും ഇല്ല. ഇപ്പം മലയാള സിനിമയെ ചുറ്റിത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളം എന്നുള്ളതാണ്. ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പം മാറിയിരിക്കുന്നത്. അപ്പം നാളെയും ഒരുപക്ഷെ നമുക്കത് ചർച്ച ചെയ്യാം, വേറെ വിഷയമൊന്നും കിട്ടിയില്ലേ. അപ്പോൾ ഇന്നത്തേക്ക് പോട്ടെ, ഇന്നത്തേക്ക് മതിയായില്ല. അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. മറ്റൊരു വിഷയമല്ല, ഇത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ. ഓക്കെ, ബൈ.